അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലുമായിട്ട് ഞാൻ സംസാരിച്ചത്. അതിൽ മോഹൻലാലിനോട് രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്ന് കേൾക്കാം. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് മെഗാസ്റ്റാർ മോഹൻലാൽ റിപ്പോർട്ടറിനോട്. കക്ഷി രാഷ്ട്രീയത്തോട് ഇതുവരെ താല്പര്യം തോന്നിയിട്ടില്ല. ചില വ്യക്തികളോടും ആശയങ്ങളോടും താല്പര്യം തോന്നി. സിനിമയിൽ തുടരും, സിനിമയാണ് ജീവിതം. മോഹൻലാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത് കേൾക്കാം. ഇപ്പോൾ വിജയ് ആയാലും കമൽഹാസൻ ആയാലും അവരൊക്കെ ഒരു വലിയ ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തുന്നു, അതിനുശേഷം പൊളിറ്റിക്സിലേക്ക് പോവുകയാണ്. അത് പണ്ട് മുതലേ തമിഴ് സിനിമ, തെലുങ്ക് സിനിമയൊക്കെ അങ്ങനെയല്ലേ. മലയാള സിനിമയിൽ അതില്ല. എനിക്ക് തോന്നുന്നു നസീർ സാറ് മാത്രമേ അത് നോക്കിയിട്ടുള്ളൂ. ബാക്കി ഇപ്പം പ്രസന്റ് ഇപ്പം സുരേഷ് ഗോപി ഒക്കെ ഉള്ളു. വളരെ അപൂർവമായിട്ടാണ്. ബാക്കിയുള്ള ഇപ്പം എന്താണ് മുകേഷ് ആയാലോ അല്ലെങ്കിൽ ഗണേശനൊക്കെ ആയാലും അവർക്ക് അവരുടെ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ജനനം മുതലേ അവരത് കണ്ടാണ്. ലാലേട്ടൻ ഒരു പാർട്ടിയുമായിട്ട്, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലോ, കാരണം തിരുവനന്തപുരത്താണ് ജനിച്ചത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും അന്നൊന്നും അങ്ങനെയൊന്നും അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു കക്ഷി രാഷ്ട്രീയം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് ചില ആശയങ്ങളോടോ ചില ആൾക്കാരോടോ ഒക്കെ ചില താല്പര്യങ്ങളുണ്ട്. സിനിമയിലേക്ക് വന്നു, നല്ലപോലെ ഉഴപ്പുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ. അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ സിനിമയിൽ വന്നപ്പോഴത്തേക്ക് ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. അതിനെക്കുറിച്ച് ഒരു പാർട്ടിയെക്കുറിച്ച് ഞാൻ ആ പാർട്ടിയുടെ ഒരാളാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയണം. അത് അവരെന്താണ്, നിങ്ങൾക്ക് ആ ആശയമായിട്ട് വളരെ നല്ല രീതിയിലൊരു ബോധം വേണം. അപ്പോൾ അത്തരം ഒരു ബോധം ഉണ്ടായി. അങ്ങനെ ഒരു സമയത്ത് ഇപ്പം ഈ കാലത്തിൻ്റെ ഇടയിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. മോഹൻലാൽ മനസ്സ് തുറക്കുന്ന ഈ അഭിമുഖം ഹൃദയത്തിൽ തുടരും. കാണാം നമുക്ക് ഇന്ന് രാത്രി 9:30 റിപ്പോർട്ടറിൽ.